ഒരു പഴംപൊരി എണീച്ച് പോയതുണ്ടോ? അല്ലട പഴംപൊരിയാ. നമസ്കാരം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വിശന്നിട്ട് വയ്യ, കയ്യിൽ കാശാണെങ്കില്ല, കടായിട്ട് വല്ലതും തന്നു ഞങ്ങൾ പിന്നെ കാശ് തരാം. നല്ല തടിയാണല്ലോ, ജോലി വല്ലതും ചെയ്യും. അതാണ് സാർ കുഴപ്പം. ഈ തടി കാരണം ആരോഗ്യമില്ലാത്ത ഒരു മുതലാളി ഞങ്ങൾ ജോലിക്ക് വയ്ക്കൂല്ല മുതലാളി. എന്നാ പോയി മോട്ടിക്കടാ. ഇത് നമ്മളെ പാർട്ടിയാ, ഞാൻ പറഞ്ഞ് ശരിയായി തരാം. സാർ 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 ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും വിശന്നിട്ട് പോയി, അതുകൊണ്ടാ. അത് മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കും. അല്പം കൂടെ ദയവ് കാണിക്കണം സാർ. ആ ചൂടുവെള്ളത്തിൽ അല്പം തേയിലയിട്ട് പഞ്ചസാരയിട്ട് പാലും ഒഴിച്ച് ചായ ആയിട്ട് തരണം സാർ. ഇനി ഇടിമേടി സാർ. ഇടി അവന് കൊടുത്ത അപ്പം എനിക്ക് തരും. ഇടിയപ്പം പോയിനടാ. എടാ പോകാൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ സാർ. കണ്ടോളാം കേട്ടാ, ഞങ്ങൾ എടുത്തോളാം. നടക്കാം, നീ നടക്കണം. ശരണയ്യപ്പ, ഇത് ശബരിമലയിൽ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അയ്യോ അയ്യോ എന്നാലും ആ ദരിദ്രവാസി ഒരു കട്ടൻ ചായ പോലും തോന്നില്ലല്ലോ. നിനക്ക് തെങ്ങ് കയറാൻ അറിയാമോ? രണ്ട് ഇളഞ്ഞിട്ടാ നമുക്ക് കുടിക്കാം. എനിക്കറിഞ്ഞൂടാ, എന്റെ അച്ഛനറിയാം. എന്നാ നിന്റെ അച്ഛനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കയറിക്കോ. വീണാലോ? നിന്റെ അച്ഛനല്ലേ വീഴുന്നത്? നൊന്താലോ? നിന്റെ അച്ഛനല്ലേ പോകുന്നത്? അത് ശരിയാ. ആരെങ്കിലും വെറുതെ നോക്കിയോ? ഞാൻ നോക്കി. എടാ പണ്ട് കയറിയിട്ടുള്ളതാ, ജയിലിൽ കിടക്കുന്നതിന് മുമ്പ്. എനിക്കറിയില്ല. അയ്യോ, ഞാൻ ഈ കണക്കിന് ജയിലിൽ നിന്ന് ചാടണ്ടായിരുന്നു. അവിടെ ചാപ്പാടെങ്കിലും കിട്ടിയത്. അതിനെ ഇപ്പൊ ആലോചിക്കാൻ നോക്കിക്കോ. ഓ ഞാൻ നോക്കോ. എടാ മഹാഭാവി, നീ എന്നെ കള്ളാന്ന് വിളിക്കാനോ? ഞാൻ നിന്നെ പിന്നെ അരിച്ചെടുത്താന്ന് വിളിക്കാനോ? ഓടിവായോ ഓടിവായോ. എടാ താഴോട്ട് ഇറങ്ങടാ. ഇറങ്ങാൻ നോക്കുന്നില്ല. എന്നാ മേലോട്ട് കയറി. കയറാൻ നോക്കുന്നില്ല. എന്നാ നീ എന്നെ അവിടത്തെ പണ്ടാരം ഇറക്കിയോ? നാട്ടുകാരൊന്ന് തല്ലിക്കൊല്ലട്ടെ. വീട്ടിലെ ഇടയ്ക്കിടയ്ക്കൊന്ന് മേലോട്ട് നമുക്ക് വാഴക്കറി ഇട്ടോ, നമുക്ക് രാത്രി അടിക്കാം. ഞാൻ വേറെ വെണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. കണ്ടുവെച്ചിട്ടുണ്ടോ? അല്ല അവര് പിന്നാലെ ഉണ്ടോ? പിന്നെ അവന്മാര് അവരുടെ കാര്യം, നമ്മുടെ കാര്യം നോക്കാം. നീ ഓട ഓട. അയ്യോ, നീ എങ്ങോട്ടാണ് പിടിച്ചിരിക്കുന്നത്? നമുക്കിവിടെ മുങ്ങാം, എന്നിട്ട് കുതിര വട്ടത്ത് പൊങ്ങാം. വെളിയിൽ പൊങ്ങാം. കുതിരവട്ടം. മുഖത്തിലൊന്നും നമ്മളെ അടുത്തേക്ക് വരില്ലടാ. ആഹാ പീറ്ററെ, നിനക്ക് വക്കീലാവണോ SI ആവണോ? വക്കീലാവുമ്പോ പള്ളികൂടത്ത് പോണ്ടേ? അത് നിന്റെ കുടുംബത്തോടില്ലല്ലോ. എന്നാലേ നീ SI ആയിക്കും. SI ആവുമ്പോ തെറി പറയാൻ പഠിച്ചാ മതി. അത് നിന്റെ ജന്മ സ്വഭാവല്ലേ. നീ കാക്കിയെടുത്തോ. കാക്കിയെടുത്തോ. അറിയാമാനെ അകത്തോട്ടിരിക്കാമല്ലോ. എന്നെ നീ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. ഇന്ന് വരെ എന്നെ ആരും ഇരുത്തിയിട്ടുമില്ല. എടാ ഇത് ചായക്കടയോ ചാരായ കടയോടാ? പൊന്നേമാനെ, ചാരായം കുടിച്ചുകൊണ്ട് വരുന്നവരെ പോലും ഞാൻ അകത്തോട്ട് കയറ്റാറില്ല.
എന്നാ ഇവിടെ രായും പകലും ചാരായ കച്ചവടമാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എവിടെയാണ്? എന്റെ പൊന്നേമാനെ, എന്നെ രക്ഷിക്കണം സാറ്. ദയവ് ചെയ്ത് എന്റെ മാനം കാത്തു രക്ഷിക്കണം. ഓ, ഇത്രയ്ക്കും രക്ഷിക്കാം. ഓ, പോലീസ് ഇൻസ്പെക്ടർ വന്ന് എന്റെ കയ്യിൽ കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി. എന്താ ഇവിടെ ആൾക്കൂട്ടം? എന്തുണ്ടായി? ഇവിടെ ചാരായ കച്ചവടമാണെന്ന് പറഞ്ഞ് ഒരു SI വന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് പോയി. പോലീസിന് സംശയത്തിന്റെ പേരിൽ ആരെയും എവിടെ വെച്ചും എപ്പോഴും അറസ്റ്റ് ചെയ്യും. പക്ഷെ മറിച്ചൊരു കാര്യം, അവരെ കോടതി കയറ്റി വെള്ളം കുടിപ്പിക്കാൻ അതും ഞങ്ങളെ കൊണ്ട് കഴിയും. അതാണ് ഈ ഉടുപ്പിന്റെ മഹത്വം. യുനോ, ഇതൊരു വലിയ അന്യായമായി പോയി സാർ. അത് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അയാളുടെ പേര് PC 714 പോരെ നമുക്ക് അയാൾ ശരിക്കും ഒരു സോഡ കുടിപ്പിക്കണം. 417 ഒരു കേസ് ചാർജ് ചെയ്തോളെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അയാൾ അങ്ങനെ വെറുതെ വിടരുത്. ഞാനിവിടെ മാനവും മര്യാദയായിട്ട് കഴിഞ്ഞുകൂടുന്നവനാ. സത്യം. അത് ഞാൻ എന്തൊരു ദ്രോഹമാണത്. അതെ, അവന്റെ തൊപ്പിയൂരി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരാം. പോരാത്തത് 1 വർഷം ഞാൻ അവനെ അകത്താക്കും. മനസ്സിലായില്ലേ? തുക മതി. ഇത് വെറും കോടതി ചെലവിന്. ഓക്കെ, നമുക്ക് ബാക്കി കോടതിയിൽ ശരിയാ. ഓക്കെ റൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. എന്തോ ഒരു നല്ല മനുഷ്യൻ. തക്ക സമയത്തിന് തന്നെ വന്നു ചേർന്നു. ദൈവമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാ. ഈശ്വര, ചെയ്യാത്ത കുറ്റത്തിന് അവൻ എന്നെ കൊലപ്പുള്ളിയാക്കി. അപ്പോൾ പത്മാവതിയെ കൊന്നത് കബീറല്ലേ? ജയന്തി ചേച്ചിയും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നു എന്നറിയാം. മതം മാറി കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകാന് നീ അവളെ കൊന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയായിരുന്നു. ആ ശേഖരം മുതലാളി പണം കൊടുത്ത് സത്യം അങ്ങനെ വളച്ചൊടിച്ചു. പത്മാവതി പിന്നെ എങ്ങനെ മരിച്ചു? ഒന്ന് നിൽക്കണേ. എന്താ? സാമൂഹ്യക്ഷേമ കേന്ദ്രം എവിടെയാ? ഇവിടെ അടുത്താ. വരും. ഇതാ ഈ കാണുന്നതാ. വരട്ടെ.